23 എന്ന് സേ ഇറ്റ് ഈസ് 23. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സോട് കൂടെ ഒരു ലൊക്കേഷൻ ഉണ്ടാവും 23. ഈ 23 എന്ന് പറയുന്ന അഡ്രസ് ഉള്ള ലൊക്കേഷന്റെ അകത്തുള്ള വാല്യൂ അക്യുമുലേറ്ററിലോട്ട് പോകും. ഓക്കെ, അതായത് RI എന്ന് പറയുന്ന അല്ലെങ്കിൽ R0 or R1 എന്ന് പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിന്റെ അകത്ത് ഒരു ലൊക്കേഷൻ ആണുള്ളത്. @RI എന്ന് പറഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതുപോലെ MOVX A, @DPTR, MOVX A, @DPTR. ഇതിന്റെ മീനിങ് ഇതാണ്, DPTRൽ ഒരു വാല്യൂ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വാല്യൂ ഉണ്ട്, അതൊരു അഡ്രസ്, ആ അഡ്രസ്സിന്റെ അകത്തുള്ള വാല്യൂ അക്യുമുലേറ്ററിലോട്ട് പോകും. ഇതേ രീതി തന്നെയാണ് തിരിച്ചും. അതായത് അക്യുമുലേറ്ററിലുള്ള വാല്യൂ RIക്ക് അകത്ത് പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷന്റെ അകത്തോട്ട് പോകും. അക്യുമുലേറ്റർ വാല്യൂ DPTRന്റെ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷന്റെ അകത്തോട്ട് പോകും. അതാണ് ഈ MOVX ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. Actually, usually push and pop instructions are related with the stack operation. Okay, അപ്പോ നമുക്ക് സ്റ്റാക്കിൽ കൊണ്ടുപോയി ഒരു ഡേറ്റ വയ്ക്കണമെന്നുണ്ടെങ്കിൽ പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ, പുഷ് ഇൻ പോപ്പ് എന്ന് പറയുന്നത് ഡേറ്റയെ എന്ത് ചെയ്യുക, സ്റ്റാക്കിൽ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ സ്റ്റാക്കിൽ നിന്ന് എടുക്കുക. അതാണ് സ്റ്റാക്കിൽ കൊണ്ടുവയ്ക്കുക, സ്റ്റാക്കിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് പുഷ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇപ്പൊ പുഷ് DPL, പോപ്പ് 40H എന്നൊക്കെ പറയുമ്പോ ഈ പറഞ്ഞ the data byte is identified by direct address from the internal RAM location. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ ക്വസ്റ്റ്യൻ ഒന്നും കേൾക്കുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, ലീവ് ഇറ്റ്. പുഷ് ആൻഡ് പോപ്പ് എന്ന് പറഞ്ഞ സാധാരണ സ്റ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടാ വരുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഡേറ്റ ബൈറ്റ് is identified the direct address from the internal RAM location. Push DPL, അതായത് DPL എന്ന് പറയുന്ന DPLന്റെ അകത്തൊരു വാല്യൂ ഉണ്ടല്ലോ, അത് സ്റ്റാക്കിൽ കൊണ്ടുവയ്ക്കുക. പോപ്പ് 40H എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക വാല്യൂ, ഡേറ്റ പോപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റാക്കിൽ നിന്ന് ആ പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് കൊണ്ടുവരിക. പുഷ് കൊണ്ടുവയ്ക്കുക, പോപ്പ് സ്റ്റാക്കിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് എക്സ്ചേഞ്ച്, XCH. ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇൻസ്ട്രക്ഷൻ സെറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഈ 8051 നിന്ന് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയിരിക്കും. ഞാൻ ആൾറെഡി പറഞ്ഞു, നമ്മുടെ പോളി മാത്രമല്ല ഈ ITI സ്റ്റാൻഡേർഡ് ITI ക്വസ്റ്റ്യൻസ് പേപ്പർ, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും 8051 ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പോളി ലെക്ചറിന് എന്തായാലും സാധ്യത കൂടുതലാണ്. Okay. Exchange accumulator and a byte variable, that is XCH A, RN. XCH A, RN എന്ന് പറയുമ്പോൾ അക്യുമുലേറ്റർ കണ്ടന്റും രജിസ്റ്ററിലുള്ള കണ്ടന്റും കൂടെ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയല്ല, അതായത് A, ഡയറക്റ്റ് A, സിമ്പിൾ എക്സാമ്പിൾ XCH A, 40H. ഇത് 40 ഇത് തമ്മിലുള്ള അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇതെന്താ സംഭവം? XCH A, @R0. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാകുന്ന വിചാരിക്കുക, മൂവ് R0, 50 ഓക്കെ. ദെൻ എക്സ്ചേഞ്ച് A, @R0. എന്താണ് അർത്ഥം? ഇവിടെ 50 എന്ന് പറയുന്ന വാല്യൂ R0 വെച്ചു. ഇവിടെയോ അക്യുമുലേറ്ററുള്ള കണ്ടന്റും R0ക്ക് അകത്തിരിക്കുന്ന വാല്യൂ ആ ലൊക്കേഷന്റെ അകത്തുള്ള കണ്ടന്റും കൂടെ എക്സ്ചേഞ്ച് ചെയ്തു. 50 ആണ് അതിന്റെ അകത്തിരിക്കുന്ന വാല്യൂ. 50 എന്നുള്ള ലൊക്കേഷനിലുള്ള വാല്യൂവും അക്യുമുലേറ്ററുള്ള കണ്ടന്റും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഓക്കെ. ദെൻ XCHD എന്താ? എക്സ്ചേഞ്ച് ലോവർ ഡിജിറ്റ് ഓഫ് അക്യുമുലേറ്റർ with the lower digit of memory location specified. അതായത് അക്യുമുലേറ്ററിന്റെ ലോവർ ഡിജിറ്റും പറഞ്ഞിരിക്കുന്ന മെമ്മറി ലൊക്കേഷന്റെ ലോവർ ഡിജിറ്റും കൂടെ എന്ത് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്തു.
സിമ്പിൾ എക്സാമ്പിൾ XCHDA, @RI. അപ്പോ നമുക്കറിയാം ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഈ അക്യുമുലേറ്ററിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഉദാഹരണം 23 ആണെന്ന് വിചാരിച്ചോ. 40H എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വേറെ ഒന്ന് പറയാം, അതായിരിക്കും നല്ലത്, കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടല്ലോ. ഇവിടെ XCHD A, @R0 മുകളില് ആദ്യം മൂവ് A, #35. ക്ലിയർ? മൂവ് R0, #45. ക്ലിയർ? ഇനി മൂവ് അതിന് മുകളില് 45, 53. ഓക്കെ, ഇത് ഈ ഇൻസ്ട്രക്ഷൻ മൂന്നും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറയുക, എന്നിട്ട് ഇത് ചെയ്യാം. മൂവ് 45, 53 എന്ന് പറയുന്നത് മൂവ് 40, 5 അങ്ങനെ പറയത്തില്ല. എന്തോ ആവട്ടെ. ഇപ്പൊ 35 എന്നുള്ള ഡേറ്റ അക്യുമുലേറ്ററിലോട്ട് വന്നു, 45 എന്നുള്ള ഡേറ്റ R0 വന്നു. ഇപ്പൊ 35 എന്ന് പറയുന്ന വാല്യൂ ആണ് അക്യുമുലേറ്ററിലുള്ളത്. ഇനി 45ന്റെ അകത്തൊരു ലൊക്കേഷൻ ഉണ്ട്. 45 എന്ന് പറയുന്നതിന്റെ കണ്ടന്റ് ഇതാണെന്ന് വിചാരിച്ചോ. 45 എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് 23 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിനനുസരിച്ച്, അതായത് ലോവർ 4 bits ഓഫ് അക്യുമുലേറ്റർ ആർ എക്സ്ചേഞ്ച്ഡ് വിത്ത് ലോവർ 4 bits ഓഫ് ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈഡ് ഇൻഡയറക്ട്ലി ബൈ ദ ഇൻഡെക്സ് രജിസ്റ്റർ. അതായത് ഇൻഡെക്സ് രജിസ്റ്റർ ഐഡന്റിഫൈ ചെയ്യുന്ന 45 എന്ന ലൊക്കേഷൻ, അതിന്റെ അകത്തുള്ള 23യുടെയും 35ന്റെ ലോവർ ബിറ്റ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതായത് 35 എന്ന് പറഞ്ഞാൽ 33 ആവും, 23 എന്ന് പറഞ്ഞാൽ 25 ആവും. ഈ 5ഉം 3ഉം അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പർ ബൈറ്റ് ഹയർ ബൈറ്റ് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ഇവിടെ വരുന്നത് ഈ പറഞ്ഞ അക്യുമുലേറ്ററിലുള്ള കണ്ടന്റും RI പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള കണ്ടന്റിന്റെയും ലോവർ ബൈറ്റ് തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പർ ബൈറ്റ് അങ്ങനെ തന്നെ ഇരിക്കും. ക്ലിയർ? അപ്പർ 4 bits ഓഫ് ഈച്ച് ആർ നോട്ട് മോഡിഫൈഡ്. Next is Boolean operations. Boolean operations. Any doubt? Okay, listen. What do you mean by Boolean operation? Single bit operation. Single bit operation. That is Boolean operation. This group allows manipulating the individual bits of bit addressable registers, memory location, as well as carry flag. Okay. Set, clear, and, or, complement, move. ഇതെല്ലാം ബൂളിയൻ ഓപ്പറേഷനാണ്. സിമ്പിൾ എക്സാമ്പിൾ, ക്ലിയർ എ ബിറ്റ് ഓർ carry flag. CLR P1.1 എന്താ ചെയ്യുന്നേ? പർട്ടിക്കുലർ പോർട്ട് 1ലെ ഫസ്റ്റ് ബിറ്റ് ക്ലിയർ ചെയ്തു. CLR C carry flag ക്ലിയർ ചെയ്തു. There is a Boolean operation. Set B A,2 set B 8.2 എന്താ A.2 എന്താ ആ പർട്ടിക്കുലർ ബിറ്റ് മാത്രം സെറ്റ് ചെയ്തു. സെറ്റ് ബി സി carry flag സെറ്റ് ചെയ്തു. Then CPL 40H. വാട്ട് ഈസ് 40 എന്ന് പറയുന്ന ലൊക്കേഷൻ ആണ്. ആ ലൊക്കേഷന്റെ അകത്തൊരു വാല്യൂ ഉണ്ട്. എന്താ സംഭവിക്കുക? 40H എന്ന് പറയുന്നത് ബിറ്റ് അഡ്രസൽ മെമ്മറിയിലെ ബിറ്റ് 40 ആ പർട്ടിക്കുലർ പോയിന്റ് മാത്രം എടുത്ത് കോംപ്ലിമെന്റ് ചെയ്യും. നമുക്കറിയാം ബിറ്റ് അഡ്രസബിൾ ഏരിയ ഉണ്ട്.
ആ ഏരിയയുടെ ആ പർട്ടിക്കുലർ ബിറ്റ് മാത്രം എടുത്ത് കോംപ്ലിമെന്റ് ചെയ്യും. റിമൈനിങ് ബൂളിയൻ ഓപ്പറേഷൻ, ബൂളിയൻ ഓപ്പറേഷൻ ഇൻ ദ സെൻസ് നമ്മൾ ലോജിക് ഓപ്പറേഷനിൽ തന്നെ വീണ്ടും ബൂളിയൻ ഓപ്പറേഷൻ വരിക. ഓർ ഓപ്പറേഷൻ, ആൻഡ് ഓപ്പറേഷൻ, ORL, ANL. ഓർ ഓപ്പറേഷൻ ഇൻ ദ സെൻസ് C,20, ORL C,20 എന്ന് പറയുമ്പോൾ സ്കേരി ഫ്ലാഗും ബിറ്റ് അഡ്രസിബിൾ മെമ്മറിയുടെ 20th ബിറ്റും കൂടെ എന്ത് ചെയ്യുക, ഓർ ഓപ്പറേഷൻ നടത്തുക. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബിറ്റ് നമ്മൾ കേരി സിയുമായിട്ട് ചേർന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ് അഡ്രസിബിൾ ഏരിയയുടെ ആ പർട്ടിക്കുലർ ബിറ്റ് ആണ്. ഇവിടെ അതുപോലെ തന്നെ ANL C,34H ആൻഡ് കോംപ്ലിമെന്റ് ബിറ്റ് അഡ്രസ് മെമ്മറിയുടെ 34th ബിറ്റിന്റെ കോംപ്ലിമെന്റും ക്യാരി ഫ്ലാഗും കൂടെ എന്ത് ചെയ്യുക, ആൻഡ് ചെയ്യുക. ദെൻ ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ബിറ്റ് വൈസ് ഓപ്പറേഷനാ. മൂവ് C,34H, അതായത് കേരി ഫ്ലാഗിലോട്ട് ഈ പറഞ്ഞ ബിറ്റ് അഡ്രസ്സുകൾ മെമ്മറിയുടെ 34 തുടക്കത്തിൽ പറഞ്ഞതാ 0 to 07, 08 to 1F, 08 to 0F, 10 to 1F, 1F അല്ലല്ലോ, 17, 1F to 172, sorry, 8 minutes. നമ്മുടെ 128 ബൈറ്റ് റാമിന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 00 മുതൽ 07 വരെ ഒരു രജിസ്റ്റർ ബാങ്ക്, 08 to 1F 0F വരെ അടുത്ത രജിസ്റ്റർ ബാങ്ക്, 10 to 17 വരെ അടുത്ത രജിസ്റ്റർ, 8 to 1F വരെ അടുത്ത രജിസ്റ്റർ ബാങ്ക്. ഇത്രയും കൂടെ 32 ബൈറ്റാ പറഞ്ഞത്. ബാക്കി 16 ബൈറ്റ്, ദാറ്റ് ഈസ് 20 മുതൽ 2F വരെ ബിറ്റ് അഡ്രസബിൾ ഏരിയ. 20 to 16 ബൈറ്റ് വേണം. ഇത് 32 ബൈറ്റാ. 32 ബൈറ്റ് എന്ന് പറയുമ്പോ 00 മുതൽ 1F വരെ 32 ബൈറ്റ്. അപ്പൊ 20 to 2F വരെ 16 ബൈറ്റ്. അപ്പൊ അത് ബിറ്റ് അഡ്രസബിൾ ഏരിയ ആയിട്ട് മാറും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കേരി ഫ്ലാഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബിറ്റ് മൂവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ബിറ്റ് അഡ്രസബിൾ ഏരിയ. Then again it is a Boolean instruction, JC or JNC, jump to relative address if carry flag set or clear. JC, jump if carry flag is set. Jump to a particular location if it is not set. അല്ലേ? ഫോർ എക്സാമ്പിൾ JNC 4200 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കേരി ഫ്ലാഗ് സെറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യുക. സെറ്റ് ആണെങ്കിൽ അപ്പൊ തൊട്ടടുത്തതിലോട്ട് വരും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ലൊക്കേഷനിലോട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണോ? JB, ഓക്കെ, ഒരു പർട്ടിക്കുലർ ഇത് ബിറ്റായിട്ട് ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ പർട്ടിക്കുലർ അക്യുമുലേറ്ററിന്റെ രണ്ടാമത്തെ ബിറ്റ് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, പർട്ടിക്കുലർ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക. Jump to a relative address if a bit is set and clear the bit. എന്താ പറഞ്ഞ JBC ഈ പർട്ടിക്കുലർ ബിറ്റ് സെറ്റ് ആണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക, ജമ്പ് ചെയ്യുക. ഓക്കെ, ജംപ് ടു റിലേറ്റീവ് അഡ്രസ് ഇഫ് എ ബിറ്റ് ഈസ് സെറ്റ് ആൻഡ് ക്ലിയർ ദ ബിറ്റ്. അതാണ് JBC എന്ന് പറയുന്നത്. ഇത് വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളുക. എന്റെ പ്രോഗ്രാം നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം.
Okay. Then some other branching instructions are there. One is sjump 8-bit signed offset value, that is short jump. 8-bit signed offset value related to the first byte of next instruction. Long jump 16-bit address ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഷോർട്ട് ജമ്പിനാണെങ്കിൽ നമുക്ക് സാധാരണ 8-bit ഓഫ്സെറ്റ് വാല്യൂ ആണ്. 3-byte instruction capable of referencing any location in the entire range 64 kilobyte of program memory. Listen, ഇവിടെ ഷോർട്ട് ജമ്പും ലോങ് ജമ്പും ഓർത്തിരിക്കുക. ഷോർട്ട് ജമ്പുമായിട്ട് ബന്ധപ്പെട്ട് 8-bit സൈൻഡ് ഓഫ്സെറ്റ് വാല്യൂ വരുന്നു. ലോങ് ജമ്പുമായിട്ട് 16-bit അഡ്രസ്സാണ് വരുന്നത്. ഓക്കെ. അബ്സല്യൂട്ട് ജമ്പ് എന്ന് പറയുന്നത് അത് ഓർത്തിരിക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് 11-bit അഡ്രസ്സാണ് വരുന്നത്. That is 2-byte instruction. Okay. അതുപോലെ തന്നെ കോൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ബ്രാഞ്ചിങ് പോലെ തന്നെ കോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് കാളും ഉണ്ട്, ലോങ് കാളും ഉണ്ട്. എ കോൾ ആൻഡ് എൽ കോൾ. അബ്സല്യൂട്ട് കോളിന് 16-bit അഡ്രസ് ആണ്. എന്നാൽ എൽ കോളിലാണെങ്കിൽ അബ്സല്യൂട്ട് കോളിന് 11-bit അഡ്രസ് ആണ്. എൽ കോളിന് 16-bit അഡ്രസ് ആണ്. സാധാരണ നമ്മുടെ പ്രോഗ്രാമില് സാധാരണ ഒരു സബ് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട് അവസാനം തിരിച്ചു വരാൻ വേണ്ടി RET. എന്നാൽ ഇന്ററപ്റ്റ് നിന്നാണ് തിരിച്ചു വരുന്നതെങ്കിൽ RETI എന്ന് വരും. ദാറ്റ് ഈസ് റിട്ടേൺ ഫ്രം ഇന്ററപ്റ്റ്. Okay, clear? ഒരു കണ്ടീഷണൽ ജമ്പിന്റെ കുറച്ചും കൂടെ ഉണ്ട്. കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് 8051 സപ്പോർട്ട്സ് 5 ഡിഫറെന്റ് കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ. ഒന്ന് നോക്കാം. JZ, അതായത് ജമ്പ് ഓൺ 0 ജമ്പ് ഓൺ നോൺ 0. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അക്യുമുലേറ്ററിന്റെ റിസൾട്ട് 0 ആണെങ്കിൽ JZ 4200 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അക്യുമുലേറ്ററിന്റെ കണ്ടന്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഈ 4200 ജമ്പ് ചെയ്യുക. ജമ്പ് ടു ദിസ് പർട്ടിക്കുലർ ലൊക്കേഷൻ ഇഫ് ദ അക്യുമുലേറ്റർ ഈസ് 0. JNZ 4200 എന്ന് പറയുന്നത് എന്തായിരിക്കും? അക്യുമുലേറ്റർ കണ്ടന്റ് സെറ്റ് അല്ല 0 അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങോട്ട് ജമ്പ് ചെയ്യുക. അതുപോലെ തന്നെ കേരിയും JC JNC കേരി ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ ജമ്പ് ചെയ്യുക. നോട്ട് സെറ്റ് ആണെങ്കിൽ കേരി ഫ്ലാഗ് നോട്ട് സെറ്റ് ആണെങ്കിൽ ജമ്പ് ചെയ്യുക. JC ആൻഡ് JNC. JC 4500 മീൻസ് കേരി ഫ്ലാഗ് സെറ്റ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ ഈ പറഞ്ഞ ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ലൊക്കേഷനിലോട്ട് വരിക. ക്ലിയർ? Then JNC 4200 മീൻസ് കേരി ഫ്ലാഗ് സെറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോവുക, സെറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത ലൊക്കേഷനിലോട്ട് വരിക. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ബിറ്റ് സെറ്റ് ആണോ അല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ഇൻസ്ട്രക്ഷൻ ആണ് CJNE, കമ്പയർ ആൻഡ് ജംപ് നോട്ട് ഈക്വൽ. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആകത്തുള്ളൂ. എന്തായാലും ഇത്രയും പറയാം. അക്യുമുലേറ്ററിലുള്ള കണ്ടന്റും ഈ പറഞ്ഞ ലൊക്കേഷനുള്ള കണ്ടന്റും കൂടെ കമ്പയർ ചെയ്യുന്നു. ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പറയുന്ന അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുന്നു. ഓക്കെ, compare and jump if not equal. CJNE, compare the magnitude of two operands and jump if they are not equal. The values are considered to be unsigned. Carry flag is set or cleared appropriately. Carry flag in affect ചെയ്ത സാധനം കാരണം ഡിഫറൻസ് ആണ് അവിടെ ഇരിക്കുന്നത്. രണ്ട് ഓപ്പറൻഡ് ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ലെസ് ആണോ ഗ്രേറ്റർ ആണോ എന്ന് നോക്കിയിട്ടാണ് കേരി ഫ്ലാഗ്. ഇപ്പൊ A,CE ആണെങ്കിൽ A-CE ചെയ്തിട്ട് A ആണ് വലുതെങ്കിൽ കേരി ഫ്ലാഗ് സെറ്റ് ചെയ്യും. CE ആണ് വലുതെങ്കിൽ കേരി ഫ്ലാഗ് A ആണ് A- ആണ് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് നമ്പർ ആണ് വലുതെങ്കിൽ കേരി ഫ്ലാഗ് സെറ്റ് ആവും. ആ രീതിയിലാണ് നമുക്ക് ഇതിൽ CJNE വർക്ക് ചെയ്തത്. കേരി ഫ്ലാഗ് അഫക്ട് ചെയ്യുന്ന രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ ആണ് CJNE രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ. CJNE ഇൻസ്ട്രക്ഷൻ affects carry flag.
Very important another instruction is DJNZ, that is decrement and jump if non-zero. That is, for example, DJNZ R2, 4200. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? R2 എന്ന് പറയുന്ന രജിസ്റ്റർ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും. അത് നോൺ സീറോ ആണെങ്കിൽ ഈ പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ടോ ജമ്പ് ചെയ്യും. ഡിക്രിമെന്റ് ദ ഫസ്റ്റ് ഓപ്പറന്റ് ബൈ 1 and jump to the location, identify the second operand if the resulting value is not zero. അതാ പറഞ്ഞേ. ഇപ്പോ DJNZ 40,4500 ഈ പറഞ്ഞ ലൊക്കേഷന്റെ ഇതിന്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക, ഡിക്രിമെന്റ് ചെയ്യുക. നോൺ സീറോ ആണെങ്കിൽ ഇങ്ങോട്ട് ഈ പറഞ്ഞ ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യുക. Then next is no operation. No operation എന്ന് പറഞ്ഞാല് ഒരു വെറുതെ ഐഡിൽ ആക്കി വെക്കുക. Okay, with these all topics, actually ഒരു ഐഡിയ 8051ന്റെ ഐഡിയാസ് തന്നിട്ടുണ്ട് ഞാൻ. 8051ന്റെ ഇൻട്രൊഡക്ഷനും അതുപോലൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒക്കെ തന്നു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസും ക്വസ്റ്റ്യനും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക.